ഒരു ജ്വല്ലറി ബിസിനസിന്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണ് ചേട്ടാ? ജുവലറി സത്യം പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. കാര്യം ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം. എനിക്കൊരു ജ്വല്ലറി ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾക്ക് ഒരു ജുവലറി പോയി തുടങ്ങാൻ പറ്റത്തില്ല. കാര്യം അത് എക്സ്പീരിയൻസ് വേണം. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് മനസ്സിൽ കണ്ടാലാണ് യാഥാർത്ഥ്യമാക്കാൻ പറ്റുക? ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് തുടങ്ങിയിരിക്കുന്നത് 12 തൊട്ട് 15 വരെ CR വരെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 100 കിലോ സ്റ്റോക്കൊക്കെ വെച്ചൊരു കട തുടങ്ങണമെങ്കിൽ 100 CR അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള സെയിൽ വേണം. ഡയമണ്ടിനാണ് നമ്മൾ ഗോൾഡ് വെക്കുന്നതിനെക്കാട്ടി മാർജിൻ കൂടുതലുള്ളത്. ശ്രദ്ധിച്ചറിയും, പല കടകളിൽ ചെല്ലുമ്പോൾ ഡയമണ്ട് എടുക്കാനായിരിക്കും എപ്പോഴും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്. കറക്റ്റാണ്. 22 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇന്നിപ്പോൾ വാങ്ങിച്ചാൽ നാളെ എനിക്കൊരു ആവശ്യം വരുമ്പോൾ പണയം വെക്കാൻ പറ്റണം. ആ ചിന്താഗതിയോടെയാണ് 22 ക്യാരറ്റ് കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നത്. അടൂരുള്ള ഒരു ജ്വല്ലറി എറണാകുളത്ത് ഇട്ടാൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഒരു ഇട്ടാവട്ടത്ത് കിടന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഇട്ടാവട്ടത്തിരുന്നുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റഡി ചെയ്തു നമുക്ക് എവിടെയൊക്കെ ഇട്ടാൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പരസ്യം ചെയ്ത് എറണാകുളം സ്റ്റാർട്ട് ചെയ്ത് അന്നേരം തൊട്ട് അടൂര് ഭയങ്കരമായിട്ട് സെയിൽ കൂടി. ഭയങ്കരമായിട്ട് അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അതെന്താണത്? ആൾക്കാർക്ക് ട്രസ്റ്റ് വന്നു. സുരരാജൻ സിനിമാ നടിയുടെ ജ്വല്ലറി ആണെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ലേ? പക്ഷെ ആണെന്ന് വിചാരിച്ചാലും നമുക്ക് ബിസിനസ് ആണല്ലോ വേണ്ടത്. അനശ്വര രാജൻ എല്ലാവർക്കും അറിയാം. അപ്പൊ അനശ്വര രാജൻ അനശ്വര ഉദ്ഘാടനം ചെയ്യുന്ന ഒറ്റ തവണ കേട്ടാൽ മതി, അവരുടെ പേര് കിട്ടും. സ്ട്രാറ്റജി ഇത് അടിപൊളി മുക്കത്തിയാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഞങ്ങൾ ബീനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ കൊണ്ടുവന്ന. അപ്പൊ ഇത് ഞാനിനി ഒരു 15 വർഷം കഴിഞ്ഞിട്ട് മാറ്റണമെന്ന് വെച്ചാലും ഇതിന്റെ യഥാർത്ഥ പ്രൈസിന്റെ 5% കുറയുള്ളൂ. അല്ലേ? പണിക്കൂലി എന്ന് പറയുന്നതല്ലേ ഒരു ജ്വല്ലറി ഉടമയുടെ ലാഭം എന്ന് പറയുന്നത്. ലാഭം കുറയ്ക്കുകയാണോ അപ്പൊ നിങ്ങൾ സത്യത്തിൽ ചെയ്യുന്നത്? ആ ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ പ്രോഫിറ്റ് ഇരിക്കുന്നത്. ഈ 100 ജ്വല്ലറികൾ ഇവിടെ ഉണ്ട് താനും. അപ്പൊ നമ്മുടെ ജ്വല്ലറിയിലേക്ക് ആള് വരണമെങ്കിൽ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തേ പറ്റുള്ളൂ. എപ്പോഴും ആൾക്കാർക്ക് വിശ്വാസത വേണം. നമ്മൾ പറയുന്നത് കള്ളം പറഞ്ഞ ആൾക്കാർക്ക് സാധനം കൊടുക്കരുത്. നമ്മുടെ സ്വർണ്ണം സത്യമാവണം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ബിസിനസ് ടോക്സ്. അപ്പോൾ നമ്മളുടെ കൂടെ ഇന്നുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതരായ 2 മുഖങ്ങളാണ്. ഒരു കപ്പിളാണ്. കഴിഞ്ഞ 49 വർഷമായിട്ട് വളരെ വിജയകരമായ ഒരു ജ്വല്ലറി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അനശ്വര ജ്വല്ലേഴ്സിന്റെ ഓണേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം അനുരാജ് ആൻഡ് പ്രീണ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എനിക്കറിയാം അനശ്വര ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറി കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ചേട്ടൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു ജ്വല്ലറി ആണെന്നറിയാം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അതൊരു ചെറിയ ജ്വല്ലറി, അടൂര് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറി. അതിനുശേഷം പെട്ടെന്ന് നിങ്ങളെ ആളുകൾ അറിയുന്നത് എറണാകുളത്തൊരു ജ്വല്ലറി ഷോറൂം തുടങ്ങുന്നു, കേരളത്തിലെ മറ്റ് പല ഭാഗങ്ങളിലും ജ്വല്ലറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, വളരെ വില കൂടിയ ഒരു ലക്ഷറി കാർ എടുക്കുന്നു. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവിച്ചത്? യൂട്യൂബിലൂടെ ഏതായാലും ഇത്രയും ഇൻകം ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നാണ് ഇത്രയും പൈസ വരുന്നത് എന്നൊരു ചോദ്യം എല്ലാ മലയാളികൾക്കും ഉണ്ടാവും. അതിനൊരു ആൻസർ ഉണ്ടോ? ലക്ഷറി കാർ പറയുമെങ്കിൽ ആക്ച്വലി ഞങ്ങൾക്ക് 2013 മുതലേ ലക്ഷറി കാർ ഉണ്ട് യഥാർത്ഥത്തിൽ. ഞങ്ങൾ വീഡിയോസ് ഇതിനകത്തൊന്നും അങ്ങനെ കാണിക്കുന്നത്. അത് ഞാൻ തന്നെ പാറിനോട് പറയുമായിരുന്നു, പാറു നമ്മുടെ ഇച്ചിരി കാശ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണും. അതേട്ടൻ പണ്ടോട്ട് സത്യമായിട്ടും കേട്ടോ അത് കാണിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഈ പറഞ്ഞ കണക്ക് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാളികൾക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു വളരെ റീസെന്റ് ആയിട്ട് വളരെ ലക്ഷറി കാർ എടുത്തപ്പോ, ലെക്സസ് എടുത്തപ്പോ നിങ്ങളത് എങ്കിൽ പിന്നെ 4 പേര് അറിഞ്ഞോട്ടെ. അത് വീണ അതൊരു ബിസിനസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബിസിനസ്സിനകത്ത് എന്തൊക്കെയാണെന്ന് ആൾക്കാർക്ക് തോന്നും. കാര്യം ഇത്രയൊക്കെ വളർച്ച ഉണ്ടാവുമെന്ന് തോന്നണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും കുഴപ്പമില്ല, അതൊക്കെ ഇട്ടോളാൻ പറഞ്ഞു. അത് ഒരു വലിയ ചേഞ്ച് ഉണ്ട്. 2022 പാറു നമുക്ക് വീഡിയോ കടയ്ക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയത്. അത് വേറൊരു നമ്മൾ നോർമലി പ്രൊമോഷൻ ചെയ്യുമ്പോൾ വേറൊരു ജ്വല്ലറിക്കാർ പാറിനെ വിളിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യാന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ജ്വല്ലറി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വേറെ ജ്വല്ലറീസ് ഒന്നും പ്രൊമോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ മാനേജർ ഞങ്ങൾക്ക് ചോദിക്കുക, നിങ്ങൾക്കൊരു ജ്വല്ലറി ഉണ്ട്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതെ നിങ്ങൾ ഇത് എന്തിനു വെച്ചുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചു. ഏട്ടനൊരു ജ്വല്ലറി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതുപോലെ കാർ ഉണ്ടെന്നോ ഒന്നും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. ഈ ജ്വല്ലറി ബിസിനസ്സിലേക്ക് അതിന്റെ യാതൊരു ബാലപാഠങ്ങളും ഇല്ലാത്ത ഒരാളെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നു. ഈ ആളെ എങ്ങനെ ഏതെങ്കിലും കാലത്ത് എന്റെ ബിസിനസ്സിൽ എന്റെ കൂടെ ഇൻവോൾവ് ചെയ്യുമെന്ന് ആ കാലത്ത് അനുരാജ് ചേട്ടന് തോന്നലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, പാറ് വന്ന സമയത്ത് പാറിന് ബിസിനസ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ
നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് അത്യാവശ്യം മുഖം എല്ലാവർക്കും പരിചയമായി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ചെയ്ത് ആ പേജിലൂടെ നമ്മുടെ ജ്വല്ലറീനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ പണി എനിക്കറിയാമല്ലോ, അതിനെന്നെ വിളിച്ചത്. അങ്ങനെ ജ്വല്ലറീനെ പ്രൊമോട്ട് ചെയ്ത് അതിനെ നമ്മൾ പറ്റി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അതിനോടൊരു പരിചയമായി തുടങ്ങും. മനസ്സിലായി. അങ്ങനെ അതിനെപ്പറ്റി കുറച്ച് പഠിച്ച് പിന്നെ ഞാനത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് എ സ്റ്റാഫ് ആയിരുന്നു ഞാൻ, സ്റ്റാഫിനെ പോലെ തന്നെ അവിടെ നിന്നെല്ലാം പഠിക്കുമായിരുന്നു. ഇപ്പം ഫുൾ ടൈം ഷോപ്പിൽ തന്നെ, ഫുൾ ടൈം എംപ്ലോയി ആയിരുന്നു. ഈ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോ ഏറ്റലാവുന്നില്ലല്ലോ, അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഏരിയ ഉണ്ടായിരുന്നോ? ഈ നിങ്ങൾ ഈ ജ്വല്ലറി കയറുമ്പോഴത്തേക്ക് ഈ കാൽക്കുലേറ്റർ ഇട്ട് കുത്തുന്നതെല്ലാം മനസ്സിലാകാറുണ്ടോ? ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. ഇതെന്താണ് ഒരു കുത്തി പറിക്കണത്, എനിക്ക് എത്ര പിന്നെ ഞാനൊരു പേപ്പറിലേക്ക് എഴുതി എടുത്തോണ്ട് പോയിട്ട് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എപ്പോൾ എന്തിന് പെർസെൻറ്റേജ് അടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് ആണ് കൂട്ടാൻ പിടിച്ചത്. അറിയാവോ? അപ്പൊ നമ്മുടെ ജ്വല്ലറിയിലേക്ക് ആള് വരണമെങ്കിൽ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തേ പറ്റുള്ളൂ. ആ രീതിയിൽ അനശ്വര ജ്വല്ലേഴ്സ് എന്തായിരിക്കും കൊടുക്കുന്നത്? നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ്, പണിക്കൂലി ഏറ്റവും കുറവ്, ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പം നമ്മുടെ സ്റ്റാഫ്സ് ഇവർക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ പറയും, നിങ്ങൾ ഈ ബില്ല് ബാക്കിയുള്ളൊരു ജ്വല്ലറി പോയി സെയിം സാധനം വാങ്ങിച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജ്വല്ലറി ബിസിനസ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇപ്പൊ ചെറുപ്പക്കാരിലേക്കൊക്കെ വന്നു കഴിഞ്ഞാല് ചെറുപ്പക്കാരെല്ലാവരും പറയുന്ന കാര്യം എന്താ, എനിക്ക് മഞ്ഞ ഗോൾഡിൽ താല്പര്യമില്ല കേട്ടോ, ഗോൾഡ് ഇടാൻ ഇഷ്ടമില്ല. അതൊരു ഭീഷണിയാണോ സത്യത്തിൽ ഒരു ജ്വല്ലറി ഉടമയെ സംബന്ധിച്ചിടത്തോളം? എന്താ, മഞ്ഞ ഗോൾഡ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട്, ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടല്ലോ. ആണ്, പക്ഷെ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുതലും അങ്ങനെയല്ലേ പറയുന്നത്, എനിക്ക് ഗോൾഡ് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു ട്രെൻഡായ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാല ഇടും, പക്ഷെ മാല കാണരുത്, ലോക്കറ്റ് മാത്രം ഇവിടെ ഇങ്ങനെ ഏറി നിൽക്കുന്ന പോലെ ഇരിക്കണം എന്നുള്ളതാണ് ട്രെൻഡ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 18 ക്യാരറ്റ് എടുത്തു. അത് അങ്ങനെയുള്ള ഒരു 18 ക്യാരറ്റ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് റോസ് ഗോൾഡ് വരുന്നത്. 22 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ പറയുന്ന ഇന്നിപ്പോൾ വാങ്ങിച്ചാൽ നാളെ എനിക്കൊരു ആവശ്യം വരുമ്പോൾ പണയം വെക്കാൻ പറ്റണം, ആ ചിന്താഗതിയോടെയാണ് 22 ക്യാരറ്റ് കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നത്. ഈ അനശ്വര ജ്വല്ലേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യമായിരുന്നു ഋതു ഡയമണ്ട്സ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും അങ്ങനെ നമ്മൾ ഡയമണ്ട് സെക്ഷൻ തുടങ്ങുമ്പോൾ മറ്റൊരു പേരിട്ട് മാറ്റി നിർത്തി വേറൊരു സാധനമായിട്ട് വളർത്തണം എന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടായിരുന്നു? എല്ലാവർക്കും ഓരോരോ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടല്ലോ. ഇപ്പം അനശ്വര എന്ന് പറയുന്ന ഒരു പേര് പണ്ട് തൊട്ടേ ഉള്ളൊരു പേരാണ്. അത് നമ്മൾ കൂടുതലും അനശ്വര ഗോൾഡിനാണ് കൂടുതലും അറിയപ്പെടുന്നത്. അപ്പം ഡയമണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി, നമ്മളുടേതായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്ന് ഉണ്ടായിരുന്നു. ഡയമണ്ടിന് ഭയങ്കര വിലയാണെന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ അതല്ല, സാധാരണക്കാർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം കൊണ്ടുവരണം, അത് നമുക്കൊരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു. കേരളത്തിലെ ഏകദേശം അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ പല കടകളിലും ഞങ്ങൾ പോയി, കേരളത്തിന് വെളിയിലും പോയി നോക്കി. അപ്പം ഞാൻ അതിനകത്ത് പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പണ്ട് തൊട്ടേ പേടിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്നെന്ന് വെച്ചാൽ ഡയമണ്ടിന് ഭയങ്കര വിലയാണ്, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ വില കിട്ടത്തില്ല. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മറികടക്കാൻ പറ്റിയാൽ, അതെ, അത് മറികടക്കാൻ പറ്റിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ അത് പാറിനോട് പറഞ്ഞു. കാര്യം ഡയമണ്ട് എന്നുള്ള ബ്രാൻഡിൽ, കാര്യം ഇതേ ഗോൾഡിനകത്ത് ലൈറ്റ് വെയിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഞങ്ങൾ ഡയമണ്ടിനകത്ത് അത് ചെയ്തു. നമ്മൾ നോർമൽ ഏതൊരു ഡയമണ്ട് ഷോപ്പിൽ ചെന്നാലും നമുക്കൊരു പാട് കാണും, പാടിനകത്തൊരു 10 എണ്ണയൊക്കെ വെക്കത്തുള്ളവർ, അതാണ് ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് അവർ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു അതെന്തൊരു പരിപാടിയാണ്, 10 എണ്ണം വെച്ച് ഞാനൊരു പാടിനകത്ത് 100 എണ്ണം വെക്കുന്നത്, ഇഷ്ടംപോലെ വെച്ചോട്ടെ, അവർ ഇഷ്ടമുള്ള സെലക്ഷൻ കിട്ടും. അതുപോലെ ഇഷ്ടംപോലെ പാഡ്സ് ഉണ്ടായിരിക്കും. നമ്മൾക്കൊരു 1200 മേലെ ഡയമണ്ട് നോസ്പിൻസിന്റെ തന്നെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ആൾക്കാർ വന്ന് നോക്കി എടുക്കുമ്പോൾ അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊച്ചിയിൽ ഈ ഷോറൂം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോസ്പിൻ വേണോ, ഋതു ഡയമണ്ട്സിൽ പോയാൽ മതി എന്ന് ഒത്തിരി മൗത്ത് പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. രണ്ടാമത്തെ കാര്യമില്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൈസയും കിട്ടില്ല, അതുകൊണ്ട് ഇത് വാങ്ങരുത് എന്നുള്ളതാണ് ഒരുപാട് പേര് പറയുന്നത്. ആ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കും? നമ്മളുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 95% എമൗണ്ട് എക്സ്ചേഞ്ച് വാല്യൂ ആണ്. അത് MRP പ്രൈസിന്റെ, GST ഉൾപ്പെടെയുള്ള MRP പ്രൈസിന്റെ, GST പോലും പോകത്തില്ല, അതിന്റെ 95% എമൗണ്ട് എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്. ഇപ്പൊ വീണ ഒരു 10,000 രൂപയുടെ മൂക്കുത്തി എടുത്തു എന്നിരുന്നോട്ടെ, വീണ അത് നാളെ അല്ലെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്ത്, എത്രയോ നാളുകൾ കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്നാലും നമ്മൾ
വീണയ്ക്ക് വേറൊരു മൂക്കുത്തി എടുക്കണം. അപ്പം 9,500 രൂപയ്ക്ക് ഉള്ള എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ 10,000 രൂപയുടെ ഐറ്റത്തിന് ഓൾറെഡി വീണ 3% GST 300 രൂപ ഞങ്ങൾക്ക് തന്നു. ആ 300 രൂപ ഉൾപ്പെടെ 200 രൂപയുടെ നിങ്ങൾക്ക് പിന്നെ നഷ്ടം വരുന്നു. വെച്ചാൽ ആകെ 200 രൂപ വരുന്നത്. GST നമ്മൾ ഗവൺമെന്റ് കൊടുത്തേ പറ്റും. ആകെ 200 രൂപ നഷ്ടമുള്ളൂ 10,000 രൂപയ്ക്കകത്ത്. 10,000 രൂപയ്ക്ക് വീണ ചിലപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ആകെ 500 രൂപയുടെ വ്യത്യാസം 500 രൂപയുടെ റെന്റ് ഞങ്ങൾക്ക് തന്നു എന്നങ്ങ് വിചാരിച്ചാൽ മതി അതിന്. അല്ല, അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മളുടെ ജ്വല്ലറിയിൽ നിന്ന് എടുത്ത ഗോൾഡ് ആണ് അല്ലെങ്കിൽ ഡയമണ്ട് ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് എന്താ ഉള്ളത്? യെസ്, നമ്മൾ ബില്ല് തരും, അതിന്റെ കൂടെ സർട്ടിഫിക്കേഷൻ തരും, അതിന്റെ കൂടെ ഒരു ഗ്യാരണ്ടി കാർഡ്, നമ്മുടേതായ ഒരു ഗ്യാരണ്ടി കാർഡ്. കാർഡ് കൊണ്ടുവന്നിട്ടില്ല. യെസ്, നിങ്ങൾ വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിക്കാം. അപ്പോൾ ഇതാണ് കാർഡ് വരുന്നത്. ഓക്കെ, ഈ കാർഡിൻ്റെ അകത്താണ് ഇതിന്റെ പ്യൂരിറ്റി കാര്യങ്ങളും എല്ലാം എഴുതിയേക്കുന്നത്. ഇതിനകത്ത് എത്ര ഗോൾഡ് വരുന്നുണ്ട്, എത്ര ഡയമണ്ട് വരുന്നുണ്ട്, അതുപോലെ അതിന്റെ സെന്റ് എന്താണ്, ഇതിന്റെ കളർ എന്താണ്, ക്ലാരിറ്റി എന്താണ്. നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ആക്ച്വലി ഈ കാർഡും എല്ലായിടത്തും തരുന്നതാണ്. ഇതാണ് സർട്ടിഫിക്കേഷൻ. വീണ ഈ കാർഡിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഒരു കളർ EF ആയിരിക്കും, ക്ലാരിറ്റി VVS, അത് ഫിനിഷ് അത് നോക്കണ്ട. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും മിക്ക ജ്വല്ലറിക്കാരും. നമുക്ക് ഇതിനകത്തായിരിക്കും വ്യത്യാസം. EF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റാ. F തൊട്ട് താഴോട്ടായിരിക്കും ഇച്ചിരി കൂടെ താഴോട്ട് വരുന്നത്. VVS എന്ന് പറയുന്നത് ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയും VVS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റാ. അത് താഴോട്ടായിരിക്കും ബാക്കിയുള്ളത്. അപ്പം പല ജ്വല്ലറിയും വില കുറയ്ക്കാൻ പറ്റുന്നത് ഇതിനകത്താ. മനസ്സിലായോ? ഡയമണ്ടിന്റെ വില കുറയുന്നത് അതിനകത്താണ്. പിന്നെ നാച്ചുറൽ സ്റ്റോൺ ആയിരിക്കും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ലാബ് ഗ്രോൺ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന നമ്മുടെ ഗ്യാരണ്ടി കാർഡ് ഇതാണ്. ഇവിടെ നോക്കിക്കോളൂ, വീണ എന്നാണ് പർച്ചേസ് ചെയ്തത്, ഇത് നമ്മൾ എന്ത് ഐറ്റം ആണ് പർച്ചേസ് ചെയ്തത്, ഇവിടെ നമ്മളുടെ റേറ്റ്. അപ്പം ഇങ്ങനൊരു സാധനം വീണ നമുക്ക് എത്ര വർഷം കഴിഞ്ഞ് കൊണ്ട് തന്നാലും നമ്മൾ ഈ എമൗണ്ടിന്റെ ആണ് 95% എമൗണ്ട് തരുന്നത്, എക്സ്ചേഞ്ച് വാല്യൂ തരുന്നത്. ഇനി വീണയ്ക്ക് അത് വിറ്റ് കാശാക്കണം, നിങ്ങൾ 90% എമൗണ്ട് തരും. ഇനി വീണ മൂക്കുത്തി വാങ്ങിയതിൽ നിന്ന് ഒരു കല്ലിളകിപ്പോയി, ഞങ്ങളത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തരും. ഡയമണ്ട് ആണ് കളഞ്ഞു പോയെന്ന് ഓർക്കണം, നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ലൈഫ് ലോങ് മെയിൻ്റെനൻസ് ചെയ്യും. പക്ഷെ അതെങ്ങനെയാണ് ഒരു ജ്വല്ലറിക്ക് അതൊക്കെ പോസിബിൾ ആവുക? ഞങ്ങൾക്ക് പരസ്യത്തിനകത്ത് എക്സ്പെൻസ് കുറവാണ്. കാര്യം പാറല്ലേ പരസ്യം ചെയ്യണേ. ഞങ്ങൾ കൂടുതലും എല്ലാവരും ചോദിക്കും, മീൻസ് ഡിസ്കൗണ്ടിന്റെ കാര്യം ചോദിക്കുമ്പോഴും നമ്മൾ പറയും ഇതെങ്ങനെ ഇത്രയും ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കണക്ക് നമ്മളുടെ മറ്റ് എക്സ്പെൻസ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു, ഇപ്പം വീണ ഒരു സ്ഥാപനം നടത്തുന്നു, വീണ അത് പർച്ചേസ് ചെയ്യാൻ പോയതും വീണ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചതും ഉൾപ്പെടെയുള്ള എല്ലാ റേറ്റും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്താലേ നമുക്കത് പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ. എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തൊന്നും ഒഴിവാകും, കാരണം ഞാൻ പരസ്യം ചെയ്യുന്നു. അപ്പം ഞാൻ ആ മൂക്കുത്തിയും കൂടെ ഒന്ന് കാണിച്ചേക്കാം, എന്തായാലും ബില്ലൊക്കെ അടിച്ചുകൊണ്ട് വന്നല്ലേ. ഇതാണ് നമ്മളുടെ ആ മൂക്കുത്തി. ഓക്കെ, ഇത് അടിപൊളി മൂക്കുത്തിയാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇത് ഞങ്ങൾ വീണയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ കൊണ്ടുവന്ന. അപ്പൊ ഇത് ഞാനിനി ഒരു 15 വർഷം കഴിഞ്ഞിട്ട് മാറ്റണമെന്ന് വെച്ചാലും ഇതിന്റെ യഥാർത്ഥ പ്രൈസിന്റെ 5% കുറയുള്ളൂ അല്ലേ? അതെ, അത് കറക്റ്റാ. ഇതെന്തുകൊണ്ടാ മറ്റ് ജ്വല്ലറികൾക്ക് തരാൻ സാധിക്കാത്തത്? തീർച്ചയായിട്ടും ഈ പരസ്യത്തിന്റെ കോസ്റ്റ് എന്നുള്ളത് തന്നെയാണോ? നമുക്ക് ഡയമണ്ടിനാണ് നമ്മൾ ഗോൾഡ് വെക്കുന്നതിനെക്കാട്ടി മാർജിൻ കൂടുതലുള്ളത്. ഇപ്പം എല്ലാ ജ്വല്ലറിക്കാരും എടുക്കുന്ന ശ്രദ്ധിച്ചറിയും, പല കടകളിൽ ചെല്ലുമ്പോൾ ഡയമണ്ട് എടുക്കാനായിരിക്കും എപ്പോഴും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്തൊരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലാഭം എടുത്ത് കൂടുതൽ ഐറ്റം എടുക്കുക എന്നാണ്. അപ്പം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ഒരു ഐറ്റം മറ്റ് കടക്കാർ ചിലപ്പോൾ കൊടുക്കുന്നത് 25,000 30,000 ആവാം. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് 95% തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാര്യം 10,000 രൂപ വിലയുള്ള ഒരു ഐറ്റം എങ്ങനെയാ 25,000 രൂപയ്ക്ക് തിരിച്ചു വാങ്ങിക്കാൻ പറ്റുന്നത്? ലാഭം കുറയ്ക്കുകയാണോ അപ്പൊ നിങ്ങൾ സത്യത്തിൽ ചെയ്യുന്നത്? അതെ, ലാഭം ക്വാണ്ടിറ്റി കൂട്ടും. മീൻസ് നമ്മുടെ ഐറ്റം കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് അല്ലേ, അപ്പം നമ്മൾ അത്രയും എണ്ണം പോവല്ലോ, ആ ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ പ്രോഫിറ്റ് ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാ ബിസിനസ്സുകളും ഓൺലൈനിലേക്ക് മാറുന്ന സമയമല്ലേ? ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണോ? എന്റെ ഗോൾഡ് ഒക്കെ ഓൺലൈൻ എടുത്താൽ എന്ത് വിശ്വാസ്യതയാണോ ഉള്ളത് എന്നുണ്ടോ? ഈ ഗോൾഡ് വാങ്ങിച്ചാൽ ഇങ്ങ് എത്തുവോ, ഇങ്ങ് എത്തിയില്ല ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് മീൻസ് ഈ കൊറിയർ കൊണ്ടുവരുന്നവർ ഇങ്ങ് എടുത്താലോ, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ എല്ലാവരും. ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും സ്വാഭാവികമായിട്ടും. അപ്പം നമ്മളുടെ അഷ്യൂരിറ്റി എന്ന് പറയുന്നത് ഇത് അവരുടെ സേഫ് ഹാൻഡിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ. അതിനുവേണ്ടി പ്രത്യേകം ഈ കൊറിയർ ഉണ്ട്. ഓ, അത് ശരി.
ഈ ഗോൾഡ് മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് മാത്രം കൊറിയർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അവരൊക്കെ ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയി എന്താ പെട്ടെന്ന് ഒരു കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് ചേട്ടാ ഇതിന്റെ ഒരു ഗോൾഡാണ് അയച്ചേക്കെന്ന് അതുപോലെ വീണ നമ്മൾ അയക്കുന്ന ഐറ്റം ഇൻഷുർ ചെയ്ത് അയക്കുന്നത്. അഥവാ നമ്മൾ ഓൺ ദി വേയിൽ എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും വീണ മേടിച്ചിട്ടുണ്ടെങ്കിൽ വീണയ്ക്ക് ആ ക്യാഷ് റീഫണ്ട് കിട്ടും. മനസ്സിലായി. ഇത്രയും ഞങ്ങളിപ്പോൾ ഏകദേശം 20,000 കൊറിയർ ഇപ്പം 2 വർഷം കൊണ്ട് ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇനി ഉടനെ കേക്ക് മുറിക്കണം അതിന് വേണ്ടി 10,000 കേക്ക് മുറിച്ചായിരുന്നു. അതായത് എനിക്കിപ്പോ ഇത്രയും ലൈറ്റ് വെയിറ്റ് ഗോൾഡ് എടുക്കാനുള്ള പേടി എന്താ വെച്ചാൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവോ, ഇത് നമ്മൾ എങ്ങനെ ഇത്ര സേഫ് ആയിട്ട് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കും, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനുകൾ കസ്റ്റമേഴ്സിന് ഉണ്ടാവാറുണ്ടോ, അതോ അവരൊക്കെ വളരെ ചില്ലാണോ ഇത്തരം കാര്യം? അപ്പൊ അവര് നമ്മളുടെ അടുത്ത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും, മാറിക്കൊടുക്കും. നമ്മളിപ്പോ ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ ബിഗ് ജയൻസ് ആയിട്ടുള്ള ജ്വല്ലറികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരാരും ഇത്രയും ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഭയങ്കര ഉണ്ട്, അവരുടെ കയ്യിലും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ ഈ കള അറിഞ്ഞ് കളിക്കുക എന്ന് പറയും. നമ്മൾ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചിട്ട് അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അപ്പം അവര് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പം കല്യാണ പാർട്ടികളെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് വെഡിങ് സെറ്റ്സ് ആയിരിക്കും അവർ കൂടുതലും അങ്ങ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ആ ടീനേജ് പിള്ളേര് അങ്ങനെ അവർക്കും ട്രെൻഡി ആയിട്ട് നടക്കാനുള്ള കാര്യങ്ങൾ, നമുക്കും കല്യാണ പാർട്ടികളും ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പർച്ചേസുകളുണ്ട്, അതും നമ്മൾ ലൈറ്റ് വെയിറ്റ് ആ കൊടുക്കുന്നത്. ഗോൾഡ് വന്നു, ഡയമണ്ടും ഇപ്പൊ കുറെയൊക്കെ ഭയങ്കര ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി. ഇനി നമ്മളെപ്പോഴും ഇങ്ങനെ പുതുമ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കണമല്ലോ, എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരണമല്ലോ. അടുത്ത ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ അടുത്ത ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് നിങ്ങളുടേത്? ഞങ്ങൾ ഋതു കർണിക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഋതു കർണിക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ തന്നെ പ്യുവർലി നമ്മൾ ഡിസൈനേഴ്സിനെ വെച്ച് വളരെ യുണീക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന തീം ബേസ്ഡ് ആയിട്ടുള്ള ജ്വല്ലേഴ്സ്. നമ്മൾ പല ജ്വല്ലറി മുതലാളിമാരെ കാണുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ കയ്യിൽ വലിയ ഒരു ഭയങ്കര ഗോൾഡൻ ബ്രേസ്ലെറ്റ് ഉണ്ടാവുക, ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ്, ഒരു ബന്ധമില്ലാത്ത സാധനം. ഇതൊക്കെ എന്താണ് ഈ സംഭവം? നമ്മൾ ഈ ഫീൽഡാണല്ലോ, അപ്പോൾ പണ്ട് തൊട്ടേ ഈ കല്ലുകൾ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, സ്റ്റോൺസ്, കല്ല് നടുതലത്തെ കല്ലുകൾ, സ്റ്റോൺസ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ നല്ലോണം പഠിച്ചു. കാര്യം ഇപ്പോൾ ഞാൻ നോക്കിയ മാർക്കറ്റിനകത്ത് ഇതിനൊന്നും ഒരു വിലയില്ല. നമ്മൾ പറയുന്നത് അതിനൊക്കെ വില, പറയുന്നത് ഇത് വില. ഇപ്പം ഞാൻ പറയുന്നത് ഒറിജിനലാണ്, വീണ ഇത് വിശ്വസിച്ചു ഇതിനൊരു ക്യാരറ്റ് 5000 രൂപ എന്ന് പറഞ്ഞ് വീണ മേടിക്കും. അത് ഞാൻ പറയുന്ന രീതിയാണ്. അതേസമയം ഞാനിത് സർട്ടിഫൈ ചെയ്ത് ഓരോന്നിനും ഞാൻ വെക്കുന്നുണ്ട്. ഇപ്പം ഇതിനൊരു ബ്രാൻഡ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം കല്ലിന് വേണ്ടിയും ഇതിന് വേണ്ടി. ഇതെന്തൊക്കെയാണ് പറഞ്ഞു തരാം. കല്ലിൻ്റെ പേര് ഋതു ചക്ര എന്നാണ്. അപ്പോൾ അത് ഞങ്ങളിനി ബ്രാൻഡ് ചെയ്യുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലോട്ട് നല്ല ഐറ്റങ്ങൾ പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഐറ്റങ്ങളാണ്. ഇപ്പം നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചക്രാസ് ഉണ്ടെന്ന് പറയും, നമ്മുടെ ദേഹത്ത് 7 ചക്രാസ് ഉണ്ട്. ചക്രയൊക്കെ നമുക്ക് ഉണർത്താൻ പറ്റിയെങ്കിൽ നമ്മളൊക്കെ വേറെ ലെവലിലെത്തും. കുറച്ചൊക്കെ ലെവൽ ഉണർത്തി വരുന്ന ബാലൻസ് ആക്കി കഴിഞ്ഞാൽ പോലും പല അസുഖങ്ങളും നമുക്ക് വരത്തില്ലെന്നാണ് പറയണേ. അതെ, അപ്പം അതിനായിട്ടുള്ള പവർ ഉണ്ട്. കാര്യം ഇതിപ്പം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭൂമി തന്നെയല്ലേ, ഭൂമിയിലുള്ള എലമെന്റ്സോ അല്ലെങ്കിൽ ആറ്റം എന്നൊക്കെ പറയാം, അതിൻ്റെ തന്നെ ഒരു പാർട്ടാണിത്. ഇതിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ചക്ര ഇച്ചിരി ഒന്ന് അടഞ്ഞിരിക്കുക, അപ്പം അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഉണർത്താനുള്ളത് സാധിക്കും. അതൊന്ന് മെഡിറ്റേഷനോടെ ചെയ്ത് കഴിഞ്ഞ് ഇതിന് പവർ ഇരട്ടിയാണ്. ഇത് കോൺഫിഡൻസ്, നമുക്ക് നമുക്ക് നമ്മളിലേക്ക് ആൾക്കാരെ ആകർഷിക്കാം. ഇതൊക്കെ ബിസിനസ്സുകാരുടെ ആയിട്ട് ചേർന്ന സാധനം. പിന്നെ നമ്മൾ കോൺഫിഡൻസ് നിലനിർത്തും, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. ഇതിനകത്ത് പിന്നെ പല കല്ലുകളുണ്ട്. ഇതിന് ചക്ര എടുത്തു കഴിഞ്ഞാൽ സിട്രിനുണ്ട്, റെഡ് ജാസ്പർ, പിന്നെ ലാപ്പിസ്, അങ്ങനെ ഒത്തിരി കല്ലുകളുണ്ട്. സിട്രിന്, പൈറേറ്റ്, അങ്ങനെ. പൈറേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മണി ആകർഷിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനം ഇതൊക്കെ. അപ്പം നോക്കിയപ്പോൾ ഇതിനെല്ലാം മാർക്കറ്റ് ഉണ്ട്. ഇതൊന്നും ആർക്കും അറിയത്തില്ല. ഇതുമായിട്ടൊക്കെ ഒന്ന് വിശ്വസിക്കുന്നവരാണ്. എനിക്ക് പേടി എന്താണെന്നറിയോ ഇങ്ങനെയുള്ള സാധനം വാങ്ങിക്കാനായിട്ട്. നമ്മൾ ഇങ്ങനൊരു സാധനം ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും 100 രൂപയ്ക്ക് അപ്പുറത്തെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഒരാൾ വരുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയാ അതും ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ സർട്ടിഫൈ ചെയ്ത സാധനം കൊടുക്കത്തുള്ളൂ. സർട്ടിഫൈ ചെയ്ത് നമുക്ക് ലാബുകളുണ്ട്, ഗവൺമെന്റ് ലാബുണ്ട്, അല്ലാതെ ലോക്കൽ അല്ലാതെ ലാബുകളും ഉണ്ട്, അംഗീകരിച്ചിട്ടുള്ള ലാബുകളുണ്ട്. അവിടെ കൊടുത്ത് സർട്ടിഫൈ ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ ഈ ഋതുവിന് ചെയ്തേക്കുന്ന പോലെ സെയിം സ്ഥലത്ത് തന്നെ നമുക്കത് സർട്ടിഫൈ ചെയ്യാം. അപ്പോൾ അവർക്ക് ആ വിശ്വാസത കിട്ടും. നല്ല സാധനങ്ങൾ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ സെമി പ്രഷ്യസ് സാധനങ്ങളാണ്. നമ്മളെ ഒരിക്കലും ഒരു ദ്രോഹം ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല. അതേസമയം ഇങ്ങനെയുള്ള കല്ലുകൾ 9 സ്റ്റോൺസ് ആണ് തെറ്റായിട്ട് ഇട്ടാൽ നമുക്ക് ദ്രോഹങ്ങൾ ഉണ്ടാവുന്നത്.
ഓ അത് ശരി. ഇത് ആർക്ക് വേണമെങ്കിലും ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് അല്ലേ? ചെയ്യാം, ഒരു അങ്ങനെ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇടാത്തൊരു സാധനമുണ്ട്, റോസ് കോട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റോസ് കോട്ട്സ്. അത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള സ്നേഹബന്ധം വലുതാക്കാൻ, നിലനിർത്താൻ. ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇട്ടിട്ടില്ല. അത് ഞാൻ ആലോചിച്ചു എന്താ കയ്യിലിടാത്തത്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഇപ്പം പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സ്റ്റോൺസ് ഉണ്ട് ഇതുപോലെ. അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഓ അത് ശരി. ഈ ഋതുചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കല്ലുകളും അതിന്റെ ഇതിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അതിന് ട്രെയിനുള്ള ആൾക്കാരെ നമ്മൾ വെക്കണം. ഇതിപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും എൻ്റെ സാധനം വിറ്റ് പോകാനാണ്. അതേസമയം ഇത് പഠിച്ച ജ്യോതിഷന്മാരും അല്ല ജെം സ്റ്റോൺസിനെ പറ്റി വ്യക്തരായിട്ട് ആൾക്കാരുണ്ട്, അവരെ വെച്ച് ഞങ്ങൾ ചെയ്യും. ഒരു ബിസിനസ് നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്താണ് ചേട്ടാ? ബിസിനസ് നടത്തുന്നത് ഇപ്പം നമ്മളിപ്പം നടത്തുന്നത് കസ്റ്റമറിനെ ഡയറക്റ്റ് കണ്ട് ചെയ്യുന്ന ബിസിനസ് അല്ലേ. അപ്പോൾ അതാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം കസ്റ്റമറിനെ എങ്ങനെയും കടയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം. പക്ഷേ ഇപ്പം ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കള്ളത്തരം ഒന്നും പറയാറില്ല, ഞങ്ങൾ കള്ളത്തരം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ട്രസ്റ്റോടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഇത് വളരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ അവിടെ ജ്വല്ലറിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഓരോന്നും ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയത്. ഈവൻ നമ്മുടെ സ്റ്റാഫ്സിലാണെങ്കിൽ പോലും പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. മീൻസ് എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റാഫ്സിന് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്യാം. ഞാൻ പരസ്യം ചെയ്യും, ആളെ കയറ്റി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് എൻക്വയറീസ് എത്തിച്ചു കൊടുക്കും, അവർ അതിന് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ തിരുവോണത്തിന് മാത്രമേ അവധിയുള്ളൂ. അത് ശരി. ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അപ്പം ഞാനിങ്ങനെ ഏട്ടൻ്റെയൊക്കെ പറയും കഷ്ടമായിട്ട് അവരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ പറയാം. അങ്ങനെ ചെറിയൊരു ഭാഗമായിട്ട് ഇവർക്ക് എല്ലാ മാസവും ഞങ്ങൾ സിനിമയുടെ ടിക്കറ്റ് എടുത്ത് കൊടുക്കും. എല്ലാവർക്കും സിനിമയുടെ ടിക്കറ്റ് ഫാമിലി ആയിട്ട് പോകാനായിട്ട്. മീൻസ് അവരുടെ ഫാമിലി ടൈം കൂടെ വേണമല്ലോ അവർക്ക്. അങ്ങനെ ഞാനിങ്ങനെ എനിക്ക് ഏട്ടനെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം വരത്തില്ല. അതുപോലെ ആയിരിക്കത്തില്ല അവരുടെ വീട്ടിലിരിക്കുന്നവർക്ക് ഹസ്ബൻഡിനെ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ വൈഫിനെ കിട്ടാതെ വരുമ്പോഴും. ഒരു ജ്വല്ലറി ബിസിനസിന്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണ് ചേട്ടാ? ജ്വല്ലറി സത്യം പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. കാര്യം ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വീണ, ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അതിനൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ജ്വല്ലറി വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ലിക്വിഡിറ്റിയാണ്. നമുക്ക് ഏത് സമയം വേണമെങ്കിലും വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് ക്യാഷ് ആക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സ് വന്നാലല്ലേ സാധനങ്ങൾ നമുക്ക് വിൽക്കാൻ പറ്റും. അതിനെ നമ്മൾ മാക്സിമം ശ്രമിക്കണം. എപ്പോഴും നമ്മൾ ബാക്കിയും കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. എപ്പോഴും വീഡിയോ ഇട്ടോ എങ്ങനെയായാലും പരസ്യങ്ങൾ നമ്മൾ മനസ്സിലോട്ട് ആൾക്കാരെ എത്തിക്കണം. ഋതു അനശ്വര എന്നൊക്കെ എവിടെ കണ്ണ് കണ്ടാലും തോന്നണം. നല്ലൊരു സ്വർണ്ണത്തിൻ്റെ ഒരു ഐറ്റം കണ്ട ഓ ഇത് ഋതു കാണും, നല്ല അനശ്വര കാണും തോന്നണം. അപ്പോൾ ഒരു പുതിയൊരാൾക്ക് എനിക്കൊരു ജ്വല്ലറി ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് മനസ്സിൽ കണ്ടാലാണ് അങ്ങനെ ഒരു സാധനം യാഥാർത്ഥ്യമാക്കാൻ പറ്റുക? അതൊരു സ്ഥലം അനുസരിച്ചിരിക്കും. ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 തൊട്ട് 15 വരെ CR വരെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതേസമയം ഇപ്പം വലിയൊരു 100 കിലോ സ്റ്റോക്കൊക്കെ വെച്ചൊരു കട തുടങ്ങണമെങ്കിൽ എങ്ങനെയായാലും ഒരു 100 CR ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള സെയിൽ വേണം. രണ്ട് രീതിയിലും പറയണം. നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ആ രീതിയിലുള്ള നമുക്ക് ആ സെയിൽ മതി. ഞങ്ങൾക്ക് ബ്രേക്ക് ഈവനൊക്കെ ഞങ്ങൾക്ക് ആദ്യത്തെ 3 മാസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബ്രേക്ക് ഈവൻ കഴിഞ്ഞു. ഓ അത് ശരി. അതെ. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ വെച്ച് ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ ഞങ്ങൾക്ക് അത് വർക്കൗട്ടായി. അങ്ങനെ പെട്ടെന്ന് അടുത്ത ബ്രാഞ്ചിന് ഞങ്ങൾ ചിന്ത തുടങ്ങിയത്. ഇപ്പോൾ വീണ ചോദിക്കുമ്പം നമ്മളിപ്പം എന്താ പറയുക, ഒരു ഇട്ടാവട്ടത്ത് കിടന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഇട്ടാവട്ടത്തിരുന്നുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റഡി ചെയ്തു. നമുക്ക് എവിടെയൊക്കെ ഇട്ടാൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് അടൂരുള്ള ഒരു ജ്വല്ലറി എറണാകുളത്ത് ഇട്ടാൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാ? അത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഓൺലൈൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിൻ കസ്റ്റമേഴ്സും ഇതാണ് നമ്മളെ ഒരു ജ്വല്ലറിക്ക് എവിടെ നമുക്കിനി അടുത്ത് ക്ലച്ച് പിടിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഞായറാഴ്ചകൾ ഞങ്ങൾ എല്ലാം സൺഡേ തുറക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് കൊച്ചി ഭാഗത്തു നിന്നായിരുന്നു. പിന്നെ പാഴ്സൽ ഡെയിലി ഒരു 5 എണ്ണമെങ്കിലും അയക്കുന്നത് കൂട്ടത്തിൽ 5 എണ്ണമെങ്കിലും എറണാകുളത്തിനായിരിക്കും. ഇതെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞാനിങ്ങനെ ഒരു ദിവസം ഇരുന്ന് പച്ചയോട് പറഞ്ഞു നമുക്ക് ഇനി എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എറണാകുളത്ത് തുടങ്ങി. അപ്പൊ ഇപ്പം നോക്കുമ്പോഴത്തേക്കും കൊല്ലത്തൊന്നും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി കൊല്ലത്ത് തുടങ്ങാം വീണ. പക്ഷേ ഇതിനകത്ത് എൻ്റെ കാൽക്കുലേഷനൊക്കെ തെറ്റിച്ചൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ പറഞ്ഞു ഞാനത്. അപ്പം ഞങ്ങളുടെ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഓക്കെ അടൂരിൽ നിന്ന് കടയിട്ട് എറണാകുളത്ത് ചെല്ലുന്നു. എറണാകുളത്ത്
നമ്മൾ പരസ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആയിരിക്കും സെയിൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. എപ്പോൾ പരസ്യം ചെയ്ത് എറണാകുളം സ്റ്റാർട്ട് ചെയ്ത് അന്നേരം തൊട്ട് അടൂർ ഭയങ്കരമായിട്ട് സെയിൽ കൂടി. ഭയങ്കരമായിട്ട് അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അപ്പം അത് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ട്രസ്റ്റ് വന്നു. അടൂരുള്ള ഒരാൾ എറണാകുളത്ത് കടയുണ്ട്, 2 കടയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടൂർ പ്രദേശത്തു നിന്നും ഒരു 10-25 കിലോമീറ്റർ ഉള്ളവർ കടലോട്ട് വരാൻ തുടങ്ങി. അതുപോലെ നമുക്ക് ഓൺലൈൻ സ്കീമുകളുണ്ട്. സ്കീമുകൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് പലയിടത്തും ഇരുന്നുകൊണ്ട് ആൾക്കാർ സ്കീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് 0% മേക്കിംഗ് ചാർജ്. ഇവർക്ക് 11 മാസം ഇവർക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് ചെയ്യാം. ഇവർക്ക് എന്താണോ വേണ്ടത് അതിനൊരു ഏകദേശ കാൽക്കുലേഷൻ കാണുമല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ഒരു മാല എടുക്കണം, അതിനൊരു 2 ലക്ഷം രൂപയാകും ഇരുന്നോട്ടെ. ഈ 2 ലക്ഷം രൂപ ഇവർ 11 മാസത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഇവർ ആ പേയ്മെന്റ് ഘട്ടം ഘട്ടമായിട്ട് അടച്ചിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ഗോൾഡ് റേറ്റ് മാത്രം തന്നാൽ മതി. അതെങ്ങനെയാണ് മേക്കിംഗ് ചാർജ് ഇല്ലാതെ നമുക്കൊരു ഗോൾഡ് കൊടുക്കാൻ സാധിക്കുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണിക്കൂലി എന്ന് പറയുന്നതല്ലേ ഒരു ജ്വല്ലറി ഉടമയുടെ ലാഭം എന്ന് പറയുന്നത്. അല്ല, 11 മാസം നമ്മുടെ അത്രയും രൂപ കിടക്കുകയല്ലേ. ഇത് നമ്മൾ ഇപ്പം ബാങ്കിൽ നിന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിന് വരെ നമ്മൾ ആ പണിക്കൂലിക്കകത്ത് അവർക്ക് ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ആ ഇൻട്രസ്റ്റ് എന്ന് കണക്കാക്കിയാൽ മതി. അപ്പോൾ അതുപോലെ ഞങ്ങൾ കൊടുക്കുന്ന പ്രത്യേകം പറഞ്ഞാൽ കടയിൽ ഏത് ഐറ്റം എടുക്കാം 0%. കേരള ഐറ്റം എന്ന് പറഞ്ഞൊരു സ്ഥലം ഞങ്ങൾ മാറ്റി വെച്ചിട്ടില്ല. നമ്മുടെ കടയിൽ ഏത് ഐറ്റം അവരെടുത്തോട്ടെ 0%. ഈ സ്കീമിലുള്ളവർക്ക് വേണ്ടി ഒരു പ്രത്യേകം ഗോൾഡ് മാറ്റി വെക്കും. ഇന്നതേ എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ല. നമ്മുടെ ഗോൾഡോ എന്ത് വേണമെങ്കിലും ഈ ഗോൾഡിന്റെ അകത്ത് ആയിക്കോട്ടെ. 18 ക്യാരറ്റ് മേക്കിംഗ് ചാർജ് കൂടുതലാണ് കേട്ടോ. 18 ക്യാരറ്റിന് അത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അനശ്വര ജ്വല്ലേഴ്സിന് അകത്ത് ഋതു ഡയമണ്ട് വരുന്നു, ഋതു അതിനുശേഷം ഋതു കർണകയാകുന്നു, ഋതു ചക്രയാകുന്നു. അപ്പോൾ ഒരു ബ്രാൻഡ് ഡയല്യൂഷൻ എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? വളരണ്ടേ, നമുക്ക് വളരണമെങ്കിൽ ഇതെല്ലാം വേണം. ബാലൻസ് ഷീറ്റ് ടേണോവർ കൂടുന്നതനുസരിച്ച് ബാങ്ക് ഇതെടുത്ത് നോക്കുന്നത്. അപ്പം പല സ്ഥലത്തുനിന്ന് നമുക്ക് വരുമാനം വന്നാലും നമുക്കത് വളരാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനെ ആ ഒരു ബിസിനസിന്റെ രീതി എന്ന് പറയുന്നത് ടി.പി. വിജയൻ സാർ പഠിപ്പിച്ചിട്ടുള്ളത്. ആണല്ലേ? അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ബിസിനസ് ടാക്ടിക് അല്ലെങ്കിൽ തന്ത്രം എന്താണ്? നമ്മളെപ്പോഴും ആൾക്കാർക്ക് വിശ്വാസത വേണം. നമ്മൾ പറയുന്നത് കള്ളം പറഞ്ഞ ആൾക്കാർക്ക് സാധനം കൊടുക്കരുത്. അത് അച്ഛൻ ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അച്ഛൻ പറയുന്നത് എപ്പോഴും നമ്മുടെ സ്വർണം സത്യമാവണം. അത് അച്ഛൻ്റെ എപ്പോഴും പറയുന്നൊരു വാക്കാണ്. ഞാനത് കേട്ടിട്ടുള്ളത്. സ്വർണം സത്യമാവണം. അപ്പൊ അനശ്വര ജ്വല്ലേഴ്സ് അപ്പൊ നമ്മളിപ്പോ അടൂര് കണ്ടു, എറണാകുളം കണ്ടു, കൊല്ലം കണ്ടു. ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അനശ്വര ജ്വല്ലേഴ്സ് വ്യാപിക്കട്ടെ. ഋതു എന്ന് പറയുന്നത് ഋതു ചക്രയായി, ഋതു കർണകയായി, ഇനിയും പല പല ഋതു മോഡലുകൾ നാട്ടിലേക്ക് എത്തട്ടെ. എല്ലാവിധ വളർച്ചയും ഉണ്ടാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.